എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട്, തുലാമാസം 1-ാം തീയതി. കന്നിമാസം കഴിഞ്ഞ് തുലാമാസം തുടങ്ങിയിരിക്കുന്നു. അതേപോലെ ഇന്ന് 18/10/2025 ശനിയാഴ്ച. ഇന്ന് ശനിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. ശനിഹോരയിലാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ശനിക്കാണ് ഇന്ന് ബലമുള്ള ദിവസം. പൊതുവെ ശനി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സാവധാനം, മെല്ലെപ്പോക്ക് എന്നൊക്കെ അർത്ഥമാണ്. അതായത് ശനൈഹി ചരഹ എന്ന് പറയുന്ന ആളാണ് ശനി എന്ന് പറഞ്ഞാൽ സ്ലോ വോക്കർ എന്നാണ് അർത്ഥം. അപ്പോൾ ശനി മെല്ലെ പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് പല കാര്യങ്ങളും ആരംഭിക്കാൻ നല്ലതല്ല. എന്നാൽ വിദ്യാഭ്യാസം ആരംഭിക്കാൻ നല്ല ദിവസമാണ് ശനിയാഴ്ച. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ശനി ആരും തിരഞ്ഞെടുക്കാറില്ല. എന്നാൽ ലഗ്നാധിപൻ ശനിയായിട്ടുള്ളവർക്ക്, കുറച്ചുകൂടെ വിശദമായി ജ്യോതിഷം അറിയാവുന്നവർക്ക് ശനി എന്ന് പറയുന്ന ദിവസം വളരെ അനുകൂലമായിരിക്കും. ഇന്നത്തെ പ്രത്യേകത തുലാം 1 എന്നുള്ളതിൻ്റെ കൂടെ ഇന്ന് വ്യാഴം അതിചാരത്തിൽ കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അതിചാരം ഒരിക്കലും നല്ലതല്ല. എപ്പോഴും വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷമാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ഒരു പ്രാവശ്യം സഞ്ചരിച്ച് വരുന്നത്. ആ 12 വർഷം എന്നുള്ളത് മാറി കുറച്ച് കാലങ്ങളായിട്ട് അതിചാരം നടക്കുകയാണ്. വ്യാഴത്തിൻ്റെ അതിചാരം ഭൂമിയിൽ നാശം വിതയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ദുരിതങ്ങളോ ഒരുപാട് നാച്ചുറൽ കലാമിറ്റികളോ ഒക്കെ ഉണ്ടാകുന്നത്, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വെള്ളപ്പൊക്കം, ഭൂമി കുലുക്കം, അല്ലെങ്കിൽ വലിയ വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഏതായാലും വ്യാഴം കർക്കിടകത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. വ്യാഴത്തിൻ്റെ സഞ്ചാരത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വ്യക്തികൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് വ്യാഴത്തിൻ്റെ ചാരഫലം വിട്ട രാശിയുടെ ഫലം തന്നെ എടുക്കാം എന്നാണ്. ചിലർ പറയുന്നത് വ്യാഴം സഞ്ചരിച്ച് നിൽക്കുന്ന രാശിയുടെ ഫലം എടുക്കാമെന്നാണ്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഫലം ഒന്ന് പരിശോധിക്കാം. ഇന്ന് മേടക്കൂറുകാരുടെ ഫലം പതുപോലെ നമുക്ക് ആദ്യമായി നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഫലം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കാണുന്നു. ഒരുപാട് നാളായി പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും, മുടങ്ങിക്കിടന്ന കാര്യങ്ങളും നടക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ, വലിയ ബിസിനസ്സുകൾ ആരംഭിക്കാനിരിക്കുന്നവർക്ക് സഹായഹസ്തങ്ങളെല്ലാം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി കാണുന്നു. ശാരീരിക ക്ഷീണവും വർദ്ധിക്കുന്നതായി കാണുന്നു. മരുന്നുകൾ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ മരുന്നുകൾ ശീലമാക്കിയിട്ടുള്ളവർ അതെല്ലാം വളരെ കൃത്യമായി കഴിക്കുകയോ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടതാണ്. സാമ്പത്തികമായി നേട്ടം വരാനുള്ള സൂചനയാണ് കാണുന്നത്. 3-ൽ വ്യാഴം മുറവിളി കൂട്ടും എന്നുള്ളത് കൊണ്ട് 3-ൽ നിന്ന വ്യാഴം അത്ര അനുകൂലമായിരുന്നില്ല. എന്നാൽ ഇന്ന് വ്യാഴത്തിൻ്റെ ഗോചരഫലം 4-ലേക്ക് മാറുന്നതുകൊണ്ട് ചില ഗുണങ്ങൾ സാമ്പത്തികമായി പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ മേഖലയിലുള്ളവർക്കും ഇത് അനുകൂലമായി കാണുന്നുണ്ട്. ഏത് മേഖലയിലുള്ളവർക്കും ഈ ഫലം വളരെ ഗുണകരമാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. എങ്കിൽ തന്നെ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ചിരിക്കുന്ന ചില സാമ്പത്തിക സഹായങ്ങൾ ഭഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട്, ലഭിക്കാൻ സാധ്യത കാണുന്നില്ല. അതേപോലെ കാര്യങ്ങളെല്ലാം ഒന്ന് മങ്ങി നീണ്ടുപോകുന്നതായിട്ട് തോന്നാം. ഒരു മ്ലാനത, മനസ്സിനൊരു മൗഢ്യം ഒക്കെ വന്നു ചേരാവുന്നതാണ്. ഡിപ്രഷനുള്ളവർക്ക് അത് അധികരിക്കാനായിട്ട് സാധ്യത കാണുന്നു. സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെയധികം കോപം വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ആത്മനിയന്ത്രണത്തിലൂടെ മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. പരീക്ഷാ വിജയങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും അത് അനുകൂലമായി തന്നെ കാണുന്നു. എന്നാൽ കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും.
ചില നഷ്ടങ്ങൾ, തസ്കര ഭയം, അതായത് ധനം നഷ്ടപ്പെടുകയോ ആരെങ്കിലും മോഷ്ടിക്കുകയൊക്കെ ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. വായ്പകൾ അല്ലെങ്കിൽ കടമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കടം ലഭിക്കാനും സാധ്യത ഉണ്ട്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഇന്ന് ശനിക്കാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് ശാസ്താവിനെ അല്ലെങ്കിൽ ശനൈശ്വരനെ, ശനിയെ ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ശിവനെ പ്രാർത്ഥിക്കുന്നതും അനുകൂലമായി തന്നെയാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എങ്കിലും വളരെ ആരോഗ്യപരമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ദിവസമായി ഇന്ന് തോന്നിയേക്കാം. സാമ്പത്തികമായിട്ട് വളരെ പ്രതീക്ഷകൾ വരുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായി കുറച്ച് ധനമെല്ലാം ലഭിക്കാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകൾക്കൊക്കെ പരിഹാരം കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന്. സന്താനങ്ങളുടെ പരീക്ഷാ വിജയം അല്ലെങ്കിൽ അവരുടെ ഉന്നതമായ വിദ്യാഭ്യാസം, ഇതിനൊക്കെ വഴിയൊരുക്കുന്ന പല സംഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. ഇന്ന് ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില അപകടങ്ങളോ ആപത്തുകളോ ഒക്കെ വന്നിട്ട് മനക്ലേശം ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കുകയില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല. മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ, വാർത്താമാധ്യമങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക്, സാങ്കേതികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ കലാകാരന്മാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമാണ്. മൊത്തത്തിൽ അത്ര ദോഷകരമല്ലാത്ത ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അവരവരുടെ ആചാരമനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ടതാണ്. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എങ്കിലും മാനസിക സമ്മർദ്ദം കൂടുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ലെങ്കിലും അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാത്ത ചില മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ഇഷ്ടപ്പെട്ട ആളുകൾ അകന്നു പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെടാനും അല്ലെങ്കിൽ ശാരീരികമായി മുറിവേൽക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ജോലിഭാരം കൂടുന്നതായിട്ട് തോന്നാം. അതേപോലെ ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ വന്നേക്കുമെന്ന ഒരു ഭയം വരാൻ സാധ്യതയുണ്ട്. മൊത്തത്തിലൊരു ഭയത്തിൻ്റെ ദിവസമായിരിക്കും ഇന്ന്. അതിനെല്ലാം പരിഹാരം വൈകുന്നേരത്തോടു കൂടി കണ്ടെത്താവുന്നതാണ്. വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊന്നും മുൻപോട്ട് കാണുന്നില്ല. എന്നാൽ ആശങ്കകളും ആകാംക്ഷകളുമൊക്കെ കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. വളരെ നല്ല അപ്രിസിയേഷൻ, അംഗീകാരം ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സംഘർഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉള്ളതൊക്കെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമായിരിക്കില്ല. സാമ്പത്തികമായി വരുമാനം കുറഞ്ഞ ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയക്കാർക്കും അനുകൂലമായ ദിവസമാണ്. മാധ്യമപ്രവർത്തകർക്ക്, അതേപോലെ മത്സ്യബന്ധനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കർഷകർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില ധനവിനിമയം നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്ന് ധനം കടം കൊടുത്താൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. ആ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കടം കൊടുക്കാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരു ദിവസം മാറ്റി വയ്ക്കുക.
അതേപോലെ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എങ്കിലും വൈകുന്നേരത്തോടു കൂടി അതിന് ശമനം ലഭിക്കുന്നതാണ്. നടുവ് വേദന ഉള്ളവർ ശ്രദ്ധിക്കുക, ഭാരമൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നട്ടെല്ലിന് ചില പ്രശ്നങ്ങൾ വരാനൊക്കെ ഇന്ന് സാധ്യതയുണ്ട്. പുതിയ ഏതെങ്കിലും ഒരു അസുഖം വന്ന് ഭവിക്കാനും പെട്ടെന്നുള്ള ഒരു ചികിത്സയ്ക്ക് ഇടയാകുന്നതൊക്കെ ഒരു ദിവസമാണ്. എങ്കിൽ കൂടിയും വൈകുന്നേരത്തോടു കൂടി എല്ലാത്തിനും ഒരു ആശ്വാസകരമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. ഗ്രഹാന്തരീക്ഷം വളരെ നന്നായിരിക്കും. സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും. അസുഖങ്ങൾക്കൊക്കെ വൈകുന്നേരത്തോടു കൂടി ശമനം ലഭിക്കുന്നതാണ്. അതേപോലെ സാമ്പത്തിക കാര്യത്തിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ പല പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും വൈകുന്നേരത്തോടുകൂടി ശമനം ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം പൊതുകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇന്ന് രാഷ്ട്രീയക്കാർക്ക് പ്രതികൂലമായ ദിവസമാണ്. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമപ്രവർത്തകർക്കും ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതെ, വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക്, വിദേശത്ത് ജോലിയിലിരിക്കുന്നവർക്ക്, വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം കുറച്ച് ഗുണകരമായി കാണുന്നു. അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക്, സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സ്വന്തമായി സാമ്പത്തികമായ ബിസിനസ്സുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നുണ്ട്. വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം, തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുദോഷം കൊണ്ട് അല്ലെങ്കിൽ അത് ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ വിരോധം കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാവരുമായി രമ്യതയിലിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കും സമാധാനമുണ്ടാകുന്നതാണ്. ഈശ്വര പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുക, കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെന്ന്. ഗ്രഹത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്കൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്ന ദിവസമാണ്. ചില സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പൊള്ളലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള വൈദ്യുതാഘാതമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. ധൃതി കൂടുന്നത് കൊണ്ട് ചില മുറിവ്, ചതവ്, ഒടിവൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചോർത്ത് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതേസമയം ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉദ്യോഗ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സമാധാനമുള്ള ഒരു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സമാധാനമുള്ള ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങളൊക്കെ അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാ മേഖലയിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇന്ന് കാണുന്നത്. പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ സംസാരത്തിൽ നിന്നുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പരുഷ വാക്കുകൾ കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാനും മാനസിക സംഘർഷം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. സംസാരം വളരെയധികം ശ്രദ്ധിക്കുക. സംസാരത്തിലൂടെ ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ. നല്ലതിന് എന്ന് ഉദ്ദേശിച്ച് പറയുന്ന കാര്യങ്ങൾ പ്രതികൂലമായി വരുന്ന ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുക. സൗമ്യമായ രീതിയിൽ ഇടപെട്ടാൽ നമുക്കും മറ്റുള്ളവർക്കും സമാധാനം ഉണ്ടാകുമല്ലോ. ഈ കൂറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ പ്രതീക്ഷകളെല്ലാം കൈവരിക്കുന്ന ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് വളരെയധികം അനുകൂലമായ മറുപടികളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. എന്നാൽ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായി കാണുന്നു. കേസ്, വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവർക്ക്
അത്ര സുഖകരമായ ദിവസമായിരിക്കില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അത്ര അനുകൂലമായ ഒരു ദിവസം ആയിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ചില ശത്രുക്കളിൽ നിന്ന് ചില എതിർപ്പുകളും അല്ലെങ്കിൽ അയൽപക്കത്തുകാരുമായിട്ടൊക്കെ ഉള്ള ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനും അതുമൂലം വലിയ വിപത്തുകളിലേക്ക് ചെന്നപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. മിക്കവാറും വസ്തു തർക്കമോ അതിർത്തർക്കമോ ഒക്കെ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് വളരെ ഒതുക്കത്തോടുകൂടി നമ്മൾ മുൻപോട്ട് പോകേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതേപോലെ വീട്ടമ്മമാർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബൊട്ടിക് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് വളരെ ലാഭമുള്ള ഒരു ദിവസമായിരിക്കും. തയ്യൽ ജോലി ചെയ്യുന്നവർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ദൂരദേശത്ത് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായ ദിവസമായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക്, ചില നക്ഷത്രക്കാർക്ക് ഇന്ന് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മേലധികാരികളോട് വളരെ നയത്തിൽ പെരുമാറുക. ഇന്ന് വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകുന്ന ദിവസമായതുകൊണ്ട് എല്ലാവരും അച്ചടക്കത്തോടുകൂടി ആത്മസംയമനത്തോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. വളരെ ഭക്തിയോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതിമുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം വ്യാഴത്തിൻ്റെ ഇന്നത്തെ മാറ്റം സാമ്പത്തികമായ ചില കാര്യങ്ങളിൽ അനുകൂലമായ ഒരു അവസ്ഥയെ കൊണ്ടുവരുന്നുണ്ട്. ചില ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. കാലുവേദന, മുട്ടുവേദന തുടങ്ങിയത് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും അത് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരീരഭാരം കുറയ്ക്കുകയും അതേപോലെ വേണ്ട എക്സർസൈസുകൾ, ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായിട്ട് ചില മനക്ലേശങ്ങൾ ഉണ്ടായിരുന്നതിന് ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. പ്രതീക്ഷിച്ചിരിക്കാതെ ചില സഹായഹസ്തങ്ങൾ വന്നു ചേരാം. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചിലവ് വർദ്ധിക്കുന്നതായിട്ടും കാണുന്നു. സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. അതുമൂലം മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. താൽക്കാലികമാണ്, വളരെ ഗുരുതരമായ അവസ്ഥയൊന്നും കാണുന്നില്ല. എന്നാൽ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. വീട്ടിൽ ഉണ്ടായിരുന്ന ചില സമാധാനക്കേടുകൾ പറഞ്ഞ് പരിഹരിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഇന്ന് കടന്നു പോകാൻ സാധ്യതയുണ്ട്. വൈകുന്നേരം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനായി സുഹൃത്തുക്കളുമായി കൂട്ടുചേരാനോ കുടുംബാംഗങ്ങളുമായി കൂട്ടുചേരാനോ ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ പങ്കാളിക്ക് ചില അസുഖങ്ങൾ, ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നുപെടുന്നത് മൂലം മനസ്സ് ചെറുതായി അസ്വസ്ഥമാകാനായിട്ട് സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ ചിലർ നേരത്തെ ഉണ്ടായിരുന്ന കലഹത്തിൻ്റെ മറവിൽ സംസാരിക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതായി കാണുന്നു. അതിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ആത്മസംയമനം പാലിക്കുക, അല്ലെങ്കിൽ അവരുമായി അഭിമുഖീകരിക്കാനായിട്ടുള്ള സാഹചര്യം ഒഴിവാക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. മാധ്യമ പ്രവർത്തകർക്കും എഴുത്തുകാർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കുമെന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരിക്കാത്ത സഹായഹസ്തങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായി കാണുന്നു. എന്നാൽ അമിതമായ കോപം മൂലം മുതിർന്നവരുമായി തർക്കങ്ങൾ ഉണ്ടാകുവാനും മറ്റും സാധ്യതയുള്ളൊരു ദിവസമാണ്. അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് പെട്ടെന്നുണ്ടാകുന്ന മാനസിക സംഘർഷം മൂലം കോപം കൂടുതലായി വരുന്നതായി കാണുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലൊരു തീരുമാനമെടുക്കണം. എന്ത് സാഹചര്യം ഉണ്ടായാലും കോപിക്കുകയില്ല, കോപിച്ചിട്ട് കാര്യമില്ല. കോപം കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. സൗമ്യമായിരുന്നാൽ പല കാര്യങ്ങളും നേടാൻ സാധിക്കും.
മനസ്സിന് ബലം കൊടുക്കുക, ആത്മവിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോവുക. എല്ലാ മേഖലയിലും പെട്ടവർക്ക് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. മറ്റു ചില സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് ആശ്വാസകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും അല്ലെങ്കിൽ സമാധാനപരമായ ചില കാര്യങ്ങളുമൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ചില ഫയലുകൾ കൂടിക്കിടക്കുന്നത് കൊണ്ട് മുകളിൽ നിന്ന് വാണിംഗ് കിട്ടാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജോലിയിൽ ഏർപ്പെടേണ്ടതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.